ഇപ്പോൾ എന്നോടൊപ്പം ശ്രീ ബിനു ജോസഫ് ചേരുന്നു. ബിനു ജോസഫ്, താങ്കൾ ഈ ടാക്സ് റെജിമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒപ്പം തന്നെ മറ്റ് എന്ത് കാര്യങ്ങൾ ഈ ബജറ്റ് ഊന്നിപ്പറയുന്നു എന്നാണ് അങ്ങ് കരുതുന്നത്? തീർച്ചയായിട്ടും ഈ ടാക്സ് റിബേറ്റ്, ടാക്സ് ഇളവ് വരുത്തിയത് വലിയ രീതിയിൽ ഇന്ത്യൻ എക്കോണമിയെ വരുന്ന വർഷങ്ങളിൽ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോഴും രാജ്യത്ത് നാണ്യപ്പെരുപ്പം അത് ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിലുള്ള ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തില് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പെട്രോളിയം ഡീസൽ പ്രൈസസ് വർദ്ധിച്ചു വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മിഡിൽ ക്ലാസ് ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടാക്സ് ഇളവ് നടത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂടുതൽ ഫണ്ട് സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസിന്റെ കയ്യിലേക്ക് വരും. അപ്പോൾ അതുവഴി കൂടുതൽ ഉപഭോഗം, കൺസംഷൻ രാജ്യത്ത് വരും. അത് തുടർന്ന് എക്കോണമിയെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് നയിക്കും. നമുക്കറിയാം, ആഗോളതലത്തിലെ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും ഒരു സ്ലോ ഡൗൺ, ഒരു സാമ്പത്തിക മാന്ദ്യം ഈ 2023 ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ എക്കോണമിയാണ് ഇപ്പോഴും ലോകത്ത് തന്നെ ഏറ്റവും വലിയ വളർച്ച ഈ കഴിഞ്ഞ വർഷം കാണിച്ചത്. അത് അതേ രീതിയിൽ തന്നെ ശക്തമായിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ രാജ്യത്തെ ഉപഭോഗം വളരെ ശക്തമായിട്ട് തന്നെ വർദ്ധിക്കണം. അപ്പോൾ അതിന് സഹായിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടറാണ് ടാക്സ് ഇളവ് നടത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അതിലേക്ക് ഒരു വലിയ തോത് ബജറ്റിൽ നീക്കിയിരിപ്പ് നടത്തിയിട്ടുണ്ട്. അതായത് ഒരു 5 വർഷം മുമ്പിലത്തെ ബജറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ GDP-യുടെ 1.7% ആയിരുന്നെങ്കിൽ ഇത്തവണ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് നീക്കി വെച്ചിരിക്കുന്നത് GDP-യുടെ 3.3%, 3 ഇരട്ടി വർധനമാണ്. താങ്കളിലേക്ക് തിരിച്ചു വരാം